ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കുക എന്നതാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും പുണ്യം നിറഞ്ഞ കാര്യങ്ങളിൽ ഒന്നെന്ന് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് അമ്പലങ്ങളിലും പള്ളികളിലും മറ്റും അന്നദാനം തന്നെ കൊടുക്കുന്നത്. ഒരു നേരത്തെ അന്നത്തിന് കഴിവില്ലാത്തവർക്ക് ആഹാരം നൽകുന്നതിലും വലിയ പുണ്യമില്ല എന്നാണ് ഇതിലൂടെ അർത്ഥം വയ്ക്കുന്നത്. എന്നാൽ ഈ അന്നദാനത്തിനെ പോലും ദൈവത്തിനെ മറയാക്കി വിശ്വാസത്തെ കൂട്ടുപിടിച്ച് ഇതര മതസ്ഥരെ അവഹേളിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് തരം വിശ്വാസമാണ്? ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യം ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ് നഗറിലെ ഡുമറിയ ഗഞ്ചിൽ നിന്നുള്ളതാണ്. ഭക്ഷണം വിളമ്പുന്നത് ലവ് കുഷ് ഓജയാണ്. ബൻവാപൂരിൽ നിന്നുള്ള BJPയുടെ ജനപ്രതിനിധിയാണ് ഇവർ. അദ്ദേഹം എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു ഇസ്ലാം മതവിശ്വാസിയായ പ്രായം ചെന്ന മനുഷ്യനെത്തുന്നു. നോക്കൂ, ഇസ്ലാം മതവിശ്വാസിയായ ആ മനുഷ്യനോട് ജയ് ശ്രീറാം വിളിച്ചാലേ ഭക്ഷണം നൽകുകയുള്ളൂ, ഭക്ഷണമല്ല പ്രസാദമാണത്, അത് നൽകുകയുള്ളൂ എന്ന് പറയുകയാണ്. ഒന്നല്ല, എത്ര തവണയാണ് പറയുന്നതെന്ന് നോക്കൂ. ജയ് ശ്രീറാം ഒടുവിൽ അദ്ദേഹം വിളിക്കുന്നുണ്ട്. അപ്പോൾ MLA പറയുകയാണ്, ജയ് ശ്രീകൃഷ്ണ എന്നുകൂടി വിളിക്കാൻ, എങ്കിൽ മാത്രമേ ഈ ഭക്ഷണം നൽകുകയുള്ളൂ എന്ന്. जय श्री कृष्ण, जय श्री राम, बोलो जय श्री राम, जय श्री राम मिलेगा तभी प्रसाद मिलेगा. जय श्री राम. വിശന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വഴിയൊന്നുമില്ലാഞ്ഞിട്ടായിരിക്കാം, രണ്ടും ആ മനുഷ്യൻ പറയുന്നുണ്ട്. എന്നിട്ടും ഭക്ഷണം കൊടുക്കാൻ MLA വിമിഷ്ടപ്പെടുന്നുണ്ട്. ചുറ്റും നിന്നവർ MLAയുടെ ഈ പരിഹാസം നോക്കി ചിരിക്കുകയാണ്. ആരും എതിർത്ത് പോലും ഒരു വാക്കും പറയുന്നില്ല. ഈ ദൃശ്യങ്ങൾ സ്വന്തം ഫേസ്ബുക്കിലിട്ട് ജയ് ശ്രീറാം പറയാത്തവർക്ക് ഡുമറിയഗഞ്ചിൽ ഇടമില്ല എന്നുകൂടി എഴുതിയിട്ടുണ്ട് ലവ് കുഷ് ഓജ. അപരമത വിദ്വേഷത്തിൻ്റെ അങ്ങേയറ്റമാണ് ഈ കാണുന്നത്. ഇന്ത്യയുടെ ഭരണഘടന സമത്വം ഉറപ്പാക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ ഈ കാഴ്ച കണ്ടാൽ സന്തോഷിക്കുമെന്ന്? ജയ് ശ്രീറാമും ജയ് കൃഷ്ണയും വിളിക്കാത്തവർക്ക് ഡുമറിയഗഞ്ചിൽ ഇടമില്ല എന്ന് പറയുന്ന ലവ് കുഷ് ഓജ ഇവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ട് മാത്രം നേടിയാണോ വിജയിച്ചത്? ഒരിക്കലുമല്ല. ജയ് ശ്രീറാം വിളിക്കാത്തവർക്ക് അവിടെ ഇടമില്ല എന്ന് പറയുന്നതിലൂടെ ഇതര മതസ്ഥരായ ആളുകൾ അവിടെ നിൽക്കണ്ട, അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ അനുവാദമില്ല, അല്ലെങ്കിൽ അവർ ഈ രാജ്യത്ത് രണ്ടാം തരക്കാരാണ് എന്നുകൂടിയാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. സംഘപരിവാറും RSSും BJPയും ഈ മതം ഒരു ആയുധമാക്കിയിട്ട് വർഷങ്ങളായി. മതം വിറ്റ് തന്നെയാണ് ആളുകളിൽ നിന്ന് അവർ വോട്ട് നേടുന്നത്. പലപ്പോഴും ആളുകൾ ഈ മതം കാരണം അന്ധരായി പോകാറുമുണ്ട്. ഇത്തരം ക്രൂരതകളൊന്നും അവർ അതുകൊണ്ട് കാണാറുമില്ല. മതം ഒരാളുടെ സ്വകാര്യതയാണ്. അതിൽ അയാൾ വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റും പറയാൻ കഴിയില്ല. പക്ഷേ ആ വിശ്വാസം ഒരിക്കലും മറ്റുള്ള മനുഷ്യർക്ക് ബുദ്ധിമുട്ടാകരുത്. ഇതര മതത്തിലുള്ളവർക്ക് അവരുടെ വിശ്വാസത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. എന്നാൽ എൻ്റെ വിശ്വാസമാണ് വലുത്, അതുകൊണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. എൻ്റെ വിശ്വാസത്തിലുള്ള മനുഷ്യർ മാത്രം ഇവിടെ ഭക്ഷണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ വരുന്ന സ്ലോഗൻ നിങ്ങൾ പറഞ്ഞാൽ മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയുന്നതും ഭരണഘടനയുടെ വിരുദ്ധമാണ്. ഈ രാജ്യത്ത് എല്ലാ മനുഷ്യർക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. അവിടെയാണ് വിശന്നു വളഞ്ഞ് ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു ഇതര മതസ്ഥനോട് ഒരു ജനപ്രതിനിധി തന്നെ ഇങ്ങനെ പെരുമാറുന്നത്. ഇതല്ല നമ്മുടെ ഇന്ത്യ, ഇതായിരുന്നില്ല നമ്മുടെ ഇന്ത്യ.